ഹായ് ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ ബാലനും ദേവിയും കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ് കേട്ടോ. സാന്ത്വനം സീരിയലിൽ ഇനി ഏകദേശം 10 ദിവസങ്ങൾ കൂടെ മാത്രമേ ടെലികാസ്റ്റ് ചെയ്യുകയുള്ളൂ. ക്ലൈമാക്സിനോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാലനും ദേവിയും തൻ്റെ കടമകളെല്ലാം ഓരോരുത്തരെയായി ഏൽപ്പിച്ച് കടയും മറ്റു കാര്യങ്ങളും എല്ലാം ബാലൻ ഹരിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ അഞ്ജുവിനോട് പറയുന്നുണ്ട് അപ്പുവുമായിട്ട് വഴക്കിടരുതെന്നും ഇനി മുതൽ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണമെന്നും ഒക്കെ. അപ്പോൾ ഇതൊന്നും എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാതെ തന്നെയാണ് അവിടെ ഉള്ളവരും മാത്രമല്ല പ്രേക്ഷകരും. അവർ വലിയൊരു യാത്ര പോവുകയാണോ അതോ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം അവരുടെ തീരുമാനം എന്ന് പറയുന്നത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതായത് ജീവിതം അവസാനിപ്പിക്കുക. കാരണം തങ്ങളുടെ ജീവിതത്തിന് ഇതുവരെയും യാതൊരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലൻ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തീരുമാനം എടുത്താലും താൻ കൂടെ നിൽക്കുമോ എന്ന്. അപ്പോൾ എങ്ങോട്ടേക്ക് വിളിച്ചാലും വരുമോ എന്ന് ചോദിക്കുമ്പോൾ മരണത്തിലേക്ക് വിളിച്ചാൽ പോലും ഞാൻ വരുമെന്ന് ദേവി വാക്കും കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ബാലൻ ആ ഒരു തീരുമാനം തന്നെയാണ് ദേവിയോട് പറയുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. ഇനി പോകെ പോകെ നമ്മുടെ അനിയന്മാർക്ക്, അവരുടെ കുടുംബത്തിന്, അവരുടെ മക്കൾക്കൊക്കെ നമ്മൾ ഒരു ബാധ്യതയായി മാറും. അത് വേണോ ദേവി? അതിനേക്കാളും നമ്മൾ ഇപ്പോൾ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ ആദ്യം സാധിക്കുന്നില്ല. കാരണം എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക, ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായിട്ടുള്ളൊരു തീരുമാനം തന്നെയല്ലേ. നമ്മൾ അത്രയ്ക്കും വലിയ പാതകം ചെയ്തിട്ടുണ്ടോ ബാലേട്ട എന്ന് ദേവി ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരായിട്ട് അവർക്കെല്ലാം ഒരു ബാധ്യതയായിട്ട് ഒരു ശല്യമായി നമ്മളിവിടെ ജീവിക്കണോ എന്ന് ചോദിക്കുകയാണ്. ദേവൂട്ടിയെ ഇനി കാണരുതെന്നും അവളുടെ കാര്യത്തിൽ ഇടപെടരുതെന്നും എല്ലാം അപ്പു പറഞ്ഞത് നീയും കേട്ടതല്ലേ. നമ്മളിവിടെ ഉള്ളിടത്തോളം അവളെ കാണാതെയും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെയും ഇരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെ വരുമ്പോൾ അവരുടെ കുടുംബജീവിതവും നമ്മൾ കാരണം തകരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവി ഒരുപാട് പൊട്ടിക്കരയാണ് കേട്ടോ. ബാലേട്ടൻ ഇത്രയും കടുത്തൊരു തീരുമാനം എടുക്കുമെന്ന് ദേവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, ഇത് ബാലേട്ടൻ്റെ അവസാനത്തെ തീരുമാനമാണോ, എല്ലാം ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണോ ഇതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതെ, ഞാൻ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് എടുത്ത തീരുമാനം തന്നെയാണ്. ഒരിക്കലും നമുക്കായിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ല. നമ്മുടെ അനിയന്മാർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിന് നമ്മളിപ്പോൾ ഒരു വിലങ്ങുതടിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നലാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തതെന്ന് പറയാണ്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമോഷണലായിട്ട്, അതായത് വളരെ തകർന്നിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് അത് തെറ്റായി പോയെന്ന് നമുക്ക് തോന്നാറില്ലേ? ഈ ഒരു തീരുമാനം അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ താൻ എന്താണ് പറയുന്നത്? നമുക്ക് എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നേടാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി പറയുന്നുണ്ട്, എന്തായാലും നമ്മളൊരു യാത്രയ്ക്ക് തീരുമാനിച്ചു. അത് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടുള്ള എന്നേക്കുമായിട്ട് ഉള്ള ഒരു യാത്രയാവണമെന്നുണ്ടോ? നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്നൊന്ന് മാറി നിന്ന് നോക്കാം. അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് ഒരു മനസ്സ് ശാന്തമാകുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് എന്തായാലും മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. കള്ളത്തരങ്ങളും മോഷണവും അതുപോലെ മറ്റ് കൊലപാതകങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചവർ പോലും ഇപ്പോൾ സുഖമായിട്ടൊക്കെ ജീവിക്കുന്നില്ലേ? അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്നെല്ലാം പുറത്ത് വന്ന് അവർ സമാധാനത്തോടെ ജീവിക്കുന്നില്ലേ? നമ്മളെന്തായാലും അത്രയും വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ ബാലേട്ട. അങ്ങനെ ബാലൻ്റെ ആ ഒരു ജീവിതം അവസാനിപ്പിക്കുക, എന്നേക്കുമായിട്ട് ജീവൻ വെടിയുക എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്നും പതുക്കെ ദേവി ബാലനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലന് ഒരുവിധം ശരിയാണ് ദേവി പറയുന്നത്. ദൈവം തന്ന ജീവൻ തിരിച്ചെടുക്കാൻ അങ്ങനെ ആർക്കും അധികാരമില്ല. സ്വയം ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് മഹാപാപമാണെന്നും ദൈവത്തോട് കാണിക്കുന്ന നിന്ദയാണെന്നും ഈ ഒരു അമൂല്യമായിട്ടുള്ള ജീവിതം അങ്ങനെ സ്വയം നശിപ്പിച്ച് കളയാൻ പാടില്ല എന്നും ബാലന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ദേവി. അതിനുശേഷം അവരെന്തായാലും തീരുമാനിച്ചതുപോലെ തന്നെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യ തുണിയും സാധനങ്ങളും മാത്രം എടുത്തുകൊണ്ട് ദേവിയും ബാലനും സാന്ത്വനം വീടിൻ്റെ പടി കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിലും അഞ്ജലി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പ്രഗ്നൻസിയുടെ കുറച്ച് ക്ഷീണവും തളർച്ചയൊക്കെ ഉള്ളത് കാരണം ഇടയ്ക്ക് അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തൊക്കെയോ സൗണ്ടുകൾ, അതായത് കാതു തുറക്കുന്നതിൻ്റെ അടയ്ക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അഞ്ജലി ശിവേട്ടനെ വിളിച്ച് ഉണർത്തുന്നുണ്ട്. പക്ഷേ ശിവൻ പറയുന്നത് അത് ചിലപ്പോൾ ഒരുപക്ഷെ ദേവിയെടുത്തി വാതിൽ അടച്ചതായിരിക്കും, നീ അത് പേടിക്കാനൊന്നുമില്ല, നീ അത് കാര്യമാക്കണ്ട, കിടന്നുറങ്ങാൻ പറയാണ്. പക്ഷേ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ബാലനെയും ദേവിയും അവിടെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അഞ്ജലി നോക്കുമ്പോൾ റൂമിൽ അവർ കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞങ്ങളെ തിരക്കരുതെന്നും ഞങ്ങളൊരു യാത്ര പോവുകയാണെന്നും അത് മാത്രമല്ല നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. കണ്ണന് വേണ്ടിയിട്ടുള്ള പൈസ റെഡി ആയിട്ടുണ്ട്. അത് വക്കീൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടും. കാരണം പ്രമാണം എല്ലാം സെപ്പറേറ്റ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് വീതം എഴുതിയിട്ടുണ്ട്. സാന്ത്വനം തറവാട് 4ആയിട്ട് ഭാഗം വെച്ച് പോകുന്നത് കാണാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുകയാണ്. ആരുടെയും ജീവിതത്തിൽ വിലങ്ങുതടിയാവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് ആരും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് അഞ്ജലി ആകെ പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ ആ കത്ത് കൊണ്ടുവന്ന് ശിവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ശിവൻ അവിടെ തകർന്നിരുന്ന് പോവാണ് കേട്ടോ. കാരണം ബാലനും ദേവിയും സാന്ത്വനത്തിന്റെ നെടുംതൂണുകളായിരുന്നു. അവരുടെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ഈ ഒരു കുടുംബം ഇത്രയും നാള് നിന്ന് പോയത്. അത് മാത്രമല്ല സ്വന്തം ജീവിതം പോലും ഉപേക്ഷിച്ചിട്ടാണ് അവര് അനിയന്മാർക്ക് വേണ്ടി ജീവിച്ചതും. പക്ഷെ ഇപ്പൊ അവരുടെ തന്നെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് കാരണം തന്നെ സാന്ത്വനത്തിൽ നിന്നും ബാലനും ദേവിക്കും പുറത്ത് പോവേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ശിവൻ ആകെ അവിടെ തകർന്ന് അവിടെ ഇരുന്ന് പോവാണ്. അപ്പോഴാണ് ഹരിയും അപ്പുവും ദേവൂട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി ഇങ്ങനെ പറയുന്നുണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ബാലേട്ടനും ദേവിയും നമ്മളെ വിട്ടു പോയി, അവരെന്തോ യാത്ര പോവാണെന്ന് പറഞ്ഞ് ദേ കത്തൊക്കെ എഴുതി വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഞാൻ രാവിലെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ദേവിയുടെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് ഈ കത്ത് കണ്ടതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതോടെ ഹരി ആകെ തകർന്നു പോവാണ് കേട്ടോ. കാരണം അപ്പു ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് അപ്പുവിനെ കുറ്റപ്പെടുത്താൻ നോക്കുകയാണ്. അപ്പോൾ അപ്പു ഒരുപാട് പൊട്ടിക്കരയാണ്. കാരണം ഒരു അമ്മയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് കാണുമ്പോഴാണ്, സ്വന്തം കുഞ്ഞ് തന്നിൽ നിന്ന് അകലുന്നത് കണ്ടപ്പോഴാണ് അപ്പുവിന് അത്രയും കടുത്ത വാക്കുകളെല്ലാം പ്രയോഗിക്കേണ്ടി വന്നത്. പക്ഷെ അത് ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണമാകുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ബാലേട്ടനും ദേവിയും സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെയാണ് അപ്പുവും കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അറിയുമ്പോൾ ഒരുപാട് സങ്കടമാവുകയാണ്. അപ്പുവും പൊട്ടിക്കരയാണ്. അപ്പോൾ ദേവൂട്ടിയും കരയുന്നുണ്ട് കേട്ടോ, രണ്ടുപേരുടെയും കൂടെ. ആ സമയത്താണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശിവൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സംതൃപ്തി ആയില്ലേ? നിനക്ക് ലക്ഷങ്ങളുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടല്ലേ ബാലേട്ടൻ ഈ ഓട് നടന്നതെല്ലാം? ഇപ്പോൾ ഇതാ പ്രമാണം ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ സാന്ത്വനം തറവാടും ബാക്കി സ്വത്തുക്കളും എല്ലാം 4ആയിട്ട് പിരിച്ച് നിനക്ക് വേണ്ടിയിട്ടുള്ള സ്വത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ നിന്റെ ബിസിനസ്സൊക്കെ തുടങ്ങാമല്ലോ. വക്കീൽ ഓഫീസിൽ പോയാൽ ക്യാഷ് കിട്ടുമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നീ പോയി വാങ്ങിച്ചിട്ട് നിന്റെ ജീവിതം നന്നാക്കാൻ നോക്ക്. സ്വന്തം ജീവിതം കളഞ്ഞിട്ട് അനിയന്മാരെ നോക്കിയതാണ് ബാലേട്ടൻ. ആ ബാലേട്ടനെ തന്നെ നീ ഇങ്ങനെ പുറകെ നിന്ന് കുത്തുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് കണ്ണനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഹരി ശിവനോട് പറയുന്നുണ്ട്, ശിവ നീ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇനിയിപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല, എല്ലാവരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം കണ്ണൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ കണ്ണന് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നും ഏതോ ഒരു സ്കാമിൽ ചെന്ന് പെട്ടത് കൊണ്ടാണ് ഈ ഇത്രയും പൈസ ആവശ്യം വന്നതെന്നും അറിയുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല. ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു, എന്നെ വഴക്ക് പറയുന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാതിരുന്നതെന്നും പക്ഷെ അതിങ്ങനെ ഒരു കാര്യം ആയിട്ട് മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും പറയാണ്. അപ്പോൾ ഹരിയും ശിവനും പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നില്ലേ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേരിടാനും അത് പരിഹരിക്കാനും നിനക്ക് 3 ചേട്ടന്മാരില്ലേ? ഇപ്പോൾ ഇങ്ങനെ ഒരു കുടുംബം വഴിയാധാരമാക്കി അവരെ ഇവിടെ നിന്ന് പോകേണ്ടുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുപാട് സങ്കടപ്പെടുകയാണ്. അതിനുശേഷം ശിവനും ഹരിയും കണ്ണനും കൂടി തന്നെ അവരെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. അപ്പോൾ അപ്പവും അഞ്ജുവും ഒക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, ദേവൂട്ടീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടി പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ കാണണം എന്ന് പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട്, മോളുടെ അമ്മ വരും, മോള് അമ്മയെ തന്നെ വിളിക്കണം, ഇനി ഒരു റെസ്ട്രിക്ഷനും മമ്മി വെക്കില്ല, അത് നിന്റെ അമ്മ തന്നെയാണെന്ന് പറയാണ്. അപ്പം അഞ്ജു പറയുന്നുണ്ട്, ഈ ഒരു കാര്യം നേരത്തെ നിനക്ക് ചെയ്യാമായിരുന്നില്ലേ? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഒരുപാട് അലച്ചിലിന് ശേഷം ദേവിയെയും ബാലനെയും ഒരു അമ്പലനടയിൽ നിന്നും ഹരി കണ്ടെത്തുകയാണ് കേട്ടോ. അങ്ങനെ ഹരി പോയി വിളിക്കുന്നുണ്ട്, ബാലേട്ട വരണം, വീട്ടിലേക്ക് വരണം, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റിനും കാലിൽ വീണ് മാപ്പ് പറയാണ്, ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിച്ച് പോരുത്, ഞങ്ങളെ അനാഥരാക്കരുത്, ബാലേട്ടനും ദേവിയെടുത്തിയും മാത്രം ആണ് ഞങ്ങൾക്കുള്ളത് ഇനി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലനും ദേവിയും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ, ഇല്ല ഇനി ഒരിക്കലും ഞങ്ങൾ സാന്ത്വനം വീട്ടിലേക്ക് തിരിച്ചു വരില്ല, ഞങ്ങൾ കാരണം ആരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് മറ്റൊരു വീട്ടിലേക്കായിരിക്കും എന്ന് പറയാണ്. അപ്പം ദേവി പറയുന്നുണ്ട്, ഹരി ശിവ നിങ്ങൾ നിർബന്ധിക്കേണ്ട, ആദ്യം ബാലേട്ടൻ തീരുമാനിച്ചിരുന്നത് എന്താണെന്നറിയോ? സ്വന്തം ജീവനും സ്വയം എടുക്കാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ശിവനും ഹരിയും ഞെട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഞാൻ പിന്തിരിപ്പിച്ച്
നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി അധികം നിർബന്ധിക്കേണ്ട, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറുകയാണെന്ന് പറയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും സാന്ത്വനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.